ഹലോ, നമസ്കാരം. സിനിമയിൽ പല കഥാപാത്രങ്ങളും നമ്മുടെ ഹീറോസായി മാറിയിട്ടുണ്ട്. ജീവിതത്തിൽ അങ്ങനെ ചിലരെ നമ്മൾ ഹീറോ ആയിട്ട് കാണില്ലേ? അങ്ങനൊരു ഹീറോയുടെ ഹീറോയിനാണ് ഈ കേക്കിന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്തത്. സംഗീത എന്നെ വിളിക്കുമ്പോൾ അധ്യാപികയാണ് എന്നേ പറഞ്ഞുള്ളൂ. വേറെ ഡീറ്റെയിൽസ് ഒന്നും ആദ്യം അറിഞ്ഞിരുന്നില്ല. പിന്നെ കേക്ക്സിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. സംഗീതയ്ക്ക് നമ്മുടെ പേജ് പരിചയപ്പെടുത്തിയത് ഒരു കൊളീഗായിരുന്നു. ലെമൺ കേർഡ് കേക്കാണ് അവർ കണ്ടിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് പേജ് കാണാൻ തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 2-3 കേക്ക്സിന് ഓർഡറൊക്കെ പ്ലേസ് ചെയ്തു. പിന്നെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇത് ആരാണെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മൾ മലയാളികൾക്കൊക്കെ തീരാവേദനയായിട്ട് മാറിയ ഒരു കുഞ്ഞു മോളുണ്ടായിരുന്നു, ഒരു 5 വയസ്സുകാരി. ആലുവയിലെ അന്യസംസ്ഥാന തൊഴിലാളിയുടെ മോള്, ഓർക്കുന്നില്ലേ? ആ കൊച്ചു ശരീരത്തിൽ 52ഓളം മുറിപ്പാടുകളുമായിട്ടാണ് ആ കുഞ്ഞ് ഈ ലോകത്തുനിന്ന് പോയത്. ഒരു മാതാപിതാക്കൾക്കും മനുഷ്യനായി ജനിച്ച ഒരാൾക്കും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല ആ കേസ്. ആ കുഞ്ഞ് നമ്മുടെയൊക്കെ മോളായി മാറിയിരുന്നു. അങ്ങനെ നമ്മുടെ ആ മോൾക്ക് നീതി വാങ്ങിച്ചു കൊടുത്ത വക്കീലിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? വിധി വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാത്ത ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് വിസ്മയുടെയും ഉത്തരയുടെയും ഒക്കെ കേസ്. അവരെയൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികളായിട്ട് ഏത് മലയാളിയും കണ്ടിട്ടുള്ളൂ. അവർക്കൊക്കെ വേണ്ടി നീതിക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് മോഹൻരാജ് എന്നാണ്. എന്നെ വിളിച്ചയാള് സംഗീത മോഹൻരാജ്. എത്രയധികം സങ്കീർണതകളിലൂടെ പോയിട്ടായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ന്യായത്തിന് വേണ്ടി അദ്ദേഹം നിലനിന്നിട്ടുണ്ടാവുക. സംഗീതയോട് സംസാരിക്കുമ്പോൾ ഇത്രമാത്രം നമ്മുടെയൊക്കെ മനസ്സിൽ സ്ഥാനം നേടിയിട്ടും ഒരുപാട് ഉയരത്തിൽ നിന്നിട്ടും എന്തുമാത്രം ഹമ്പിളാണ് ആ കുടുംബം മുഴുവൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതാണ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. സംഗീത കുറേ സംസാരിക്കുന്ന ആളാണ്, ഞാനും കുറേ സംസാരിക്കും. അപ്പോൾ അങ്ങനെ സംസാരം നീണ്ട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കുകയുണ്ടായിട്ടോ. അപ്പോൾ മോളും അതായത് അവരുടെ മോളും സാറൊക്കെ അങ്ങനെ കളിയാക്കി, ഇതൊക്കെ എന്തിനാ പറയണത്. അതായത് അവർക്ക് അവരുടെ അത്തരത്തിൽപ്പെട്ട ഒരു മേന്മയും എവിടെയും പറയണത് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ്. ഇന്ന് ചെറിയ കാര്യങ്ങൾ പോലും വലിയ നേട്ടങ്ങളായിട്ട് നമ്മൾ 10 ആളോട് പറഞ്ഞാലേ നമുക്ക് സമാധാനമുള്ളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇതൊന്നും ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുടുംബം കഴിയണത്. സംഗീത വിളിച്ച കാര്യം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പം ആ കേസും സാറിൻ്റെ പേരടക്കം എൻ്റെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഇങ്ങനെ എത്രയോ അമ്മമാരുടെ മനസ്സിൽ ആ പേര് മായാണ്ടങ്ങ് നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശബ്ദമായിട്ട് മാറിയതുകൊണ്ടാണ്. അവരുടെ മോള് കാത്തും നിയമവിദ്യാർത്ഥിനിയാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയൊക്കെ പാരമ്പര്യം അങ്ങനെ കാത്തു സൂക്ഷിച്ച് ഒരുപാട് പാവപ്പെട്ട നിസ്സഹായരായ മനുഷ്യരുടെ ശബ്ദമായിട്ട് മാറാൻ ആ കുട്ടിക്കും സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ 5 വയസ്സുള്ള മോളും ഉത്തരയും വിസ്മയും ഒക്കെ എൻ്റെ മനസ്സിൽ വലിയ വേദനയായിട്ട് ഇപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ടായിരിക്കും സംഗീതയെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ഇത്രയും സന്തോഷം തോന്നിയത്. നമ്മുടെ ലെമൺ കേർഡ്, മാംഗോ ഡിലൈറ്റ്, പിന്നെ ക്ലാസിക് വാനില കേക്ക് ഇത്രയാണ് കൊടുത്തിരുന്നത്. മോഹൻരാജ് സാറിൻ്റെ ഫാമിലിക്ക് ഇത്രയും കേക്ക്സ് കൊടുക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, അവിടെ നിന്ന് നല്ലൊരു സുഹൃത്തിനെയും കൂടെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ ബോണസ്. താങ്ക് യു സംഗീത. താങ്ക് യു സോ മച്ച്.